ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം ചതുർത്ഥോധ്യായം. ഇതിൽ 6ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് എടുക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ പഞ്ചമസ്കന്ധേ അഥ ചതുർത്ഥോധ്യായഃ. ശ്രീശുകോവാച അഥഃ തമുൽപത്തേവാഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം സാമ്യോപശമവൈരാഗ്യൈശ്വര്യ മഹാവിഭൂതിപിര അനുദിനമേധമാനാനുഭാവം പ്രകൃതയഃ പ്രജാ ബ്രാഹ്മണാ ദേവതാശ്ചാവനിതല സമവനായാതിതരാം ജഗൃധുഃ. തസ്യ വാ ഇത്തം വഷ്മണാ വരീയസാ ബൃഹത്ശ്ലോകേന ചൗജസാ ബലേന ശ്രിയാ യശസാ വീര്യശൗര്യാഭ്യാം ച പിതാ ഋഷഭ ഇതീദം നാമ ചകാര. തസ്യ ഹീന്ദ്ര സ്പർദ്ധമാനോ ഭഗവാൻ വർഷേ നവവർഷ തദവധാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗേശ്വരഃ പ്രഹസ്യാത്മയോഗമായയാ സ്വവർഷമജനാഭം നാമാഭ്യവർഷത്. നാഭിസ്തു യഥാഭിലഷിതം സുപ്രജാസ്തു അവരുദ്ധ്യാദിപ്രമോദഭര വിഹ്വലോ ഗദ്ഗദാക്ഷരയാ ഗിരാ സ്വൈരം ഗൃഹീത നരലോകസധർമ്മം ഭഗവന്തം പുരാണപുരുഷം മായാവിലസിതമതിർവത്സ താദേതി സാനുരാഗമുപലാളയൻ പരാം നിർവൃതിമുപഗതഃ. വിദിതാനുരാഗം ആപൗരപ്രകൃതി ജനപദോ രാജാ നാഭിരാത്മജ സമയസേതുരക്ഷായാമഭിഷിച്യ ബ്രാഹ്മണേഷൂപനിധായ സഹ മേരുദേവ്യാ വിശാലായാം പ്രസന്നനിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസീനഃ കാലേന തന്മഹിമാനമവാപ. യസ്യ പാണ്ഡവേയ ശ്ലോകാ ഉദാഹരന്തി കോ नु തൽകർമ്മ രാജർഷേർനാഭേരന്വാചരേത് പുമാൻ അപത്യതാം അഗാദ്യസ്യ ഹരിശുദ്ധേന കർമ്മണ. 6ാമത്തെ ശ്ലോകം വരെയാണ് എടുത്തത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഏതൊരു മനുഷ്യനാണ് ആ നാഭിയുടെ ആ കർമ്മത്തെ അനുകരിക്കുക, അത്രയ്ക്കും ശുദ്ധമായിട്ടുള്ള കർമ്മമാണ് ആ നാഭി ചെയ്തിട്ടുള്ളതെന്നർത്ഥം. അപ്പോൾ യാതൊരാളുടെ ആ പരിശുദ്ധമായ കർമ്മത്താൽ ആ മഹാവിഷ്ണു അവിടെ പുത്രഭാവത്തിൽ അവിടെ അവതരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ശ്ലോകം കൂടി പറയുന്നുണ്ട്, അതോട് ചേർത്തിട്ട് ബ്രഹ്മണ്യോന്യ കുതോ നാഭേർവിപ്രാമംഗളപൂജിതാ യസ്യ ബർഹിഷി യജ്ഞേശം ദർശയാമാസുരോജസ. 7ാമത്തെ ശ്ലോകം ആണ് എടുക്കാനുള്ളത്. ബ്രഹ്മണ്യോന്യ കുതോ നാഭേർ വിപ്രാമംഗളപൂജിതാ യസ്യ ബർഹിഷി യജ്ഞേശം ദർശയാമാസുരോജസ. അപ്പോൾ ആ നാഭിയേക്കാൾ ആ ബ്രാഹ്മണ ഭക്തനായിട്ട് വേറൊരാൾ എവിടെയുണ്ട്? നാഭിയുടെ ആ മഹത്വമാണ് അവിടെ പറയുന്നത്. നാഭിയുടെ കർമ്മത്തേക്കാൾ പരിശുദ്ധമായിട്ടുള്ള കർമ്മം ചെയ്യാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞു. അതുപോലെ നാഭിയേക്കാൾ ബ്രാഹ്മണ ഭക്തനായിട്ട് വേറൊരാളും ഇടില്ല. ബ്രഹ്മണ്യോ അന്യക്കുതോ നാഭേർവിപ്ര മംഗളപൂജിതാ യസ്യ ബർഹിഷി യജ്ഞേശം. ആ യാതൊരാളുടെ യജ്ഞത്തിൽ ദർശയാമാസുരോജസ. ആ മംഗളകരമാവണ്ണം പൂജിക്കപ്പെട്ട ബ്രാഹ്മണര് ആ യജ്ഞദേവതയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ വൈഭവത്താൽ അവരുടെ വൈഭവത്താൽ കാട്ടിക്കൊടുത്തു. നാഭിയുടെ ആ ബ്രാഹ്മണ ഭക്തി കാരണം അവിടെ ആ യജ്ഞത്തിൽ കൂടിയിരുന്ന ആ ബ്രാഹ്മണര് വേണ്ട വിധത്തിൽ ആ യജ്ഞം ചെയ്തിട്ട് മംഗളകരമാവണ്ണം പൂജിക്കപ്പെട്ടുകൊണ്ട് ആ യജ്ഞദേവതയായിരിക്കുന്ന മഹാവിഷ്ണു അവരുടെ ആ വൈഭവം കൊണ്ട് അവിടെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ബ്രഹ്മണ്യോന്യക്കുതോ നാഭേർവിപ്രാമംഗളപൂജിതാ യസ്യ ബർഹിഷി യജ്ഞേശം ദർശയാമാസുരോജസ. അപ്പോൾ
അല്ലയോ പരീക്ഷിത്തെ, ഈ നാഭിയെ പ്രകീർത്തിച്ചുകൊണ്ട് വിദ്വാൻമാർ രണ്ട് ശ്ലോകങ്ങൾ ചൊല്ലാറുണ്ട് പറഞ്ഞിട്ടാണ് ഈ 6-7 ശ്ലോകങ്ങൾ ഇവിടെ പറയണത്. അവയാണ് പറയുന്നത്. യാതൊരാളുടെ വിശുദ്ധമായിരിക്കുന്ന യജ്ഞത്തിൽ ഭഗവാൻ സാക്ഷാത്തായിട്ട് ദർശനം നൽകി പിന്നീട് പുത്രനായിട്ട് ജനിച്ചുവോ അപ്രകാരമുള്ള രാജർഷിയായിരിക്കുന്ന നാഭിയെ ആർക്കാണ് അനുകരിപ്പാൻ സാധ്യമാവുക? നാഭിയുടേതിനു തുല്യം ആ ബ്രാഹ്മണ ഭക്തി മറ്റാർക്കാണ് ഉള്ളത്? അദ്ദേഹം യജ്ഞത്തിൽ ഋത്തിക്കുകളെ ദക്ഷിണാദികളെ കൊണ്ട് പ്രസാദിപ്പിച്ചു. ദക്ഷിണാദികളെ കൊണ്ട് പ്രസാദിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണല്ലോ അവർ തങ്ങളുടെ കർമ്മവൈഭവത്താൽ ആ ഭഗവാനെ യജ്ഞശാലയിൽ പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുത്തത്. അതപ്പോൾ നാഭിയേക്കാൾ ബ്രാഹ്മണഭക്തനായിട്ട് അന്യ വേറൊരാൾ കുതഹ എവിടെയുണ്ട്? യസ്യ യാതൊരാളുടെ ബർഹിഷി യജ്ഞത്തിൽ മംഗളപൂജിതാഹ മംഗളകരമാവണ്ണം പൂജിക്കപ്പെട്ട് വിപ്രാഹ ആ ബ്രാഹ്മണ യജ്ഞേശ ആ യജ്ഞദേവതയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഓജസ വൈഭവത്താൽ ദർശയാമാസുഹു കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. അതിലത്തെ പദങ്ങളൊന്നും കൂടി നോക്കാം. നാഭിയേക്കാൾ ബ്രഹ്മണ്യ ബ്രാഹ്മണഭക്തനായിട്ട് അന്യ വേറൊരാൾ കുതഹ എവിടെയുണ്ട്? യസ്യ യാതൊരാളുടെ ബർഹിഷി യജ്ഞത്തിൽ മംഗളപൂജിതാഹ മംഗളകരമാവണ്ണം പൂജിക്കപ്പെട്ട വിപ്രാഹ ആ ബ്രാഹ്മണർ യജ്ഞേശം യജ്ഞദേവതയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ ഓജസ വൈഭവത്താൽ ദർശയാമാസു കാട്ടിക്കൊടുത്തു. അപ്പോൾ നാഭേഹേ ബ്രഹ്മണ്യ അന്യ കുതഹ യസ്യ ബർഹിഷി മംഗളപൂജിതാഹ വിപ്രാഹ യജ്ഞേശം ഓജസ ദർശയാമാസു. കൂടി പറയാം. നാഭേഹേ ബ്രഹ്മണ്യ അന്യ കുതഹ യസ്യ ബർഹിഷി മംഗളപൂജിതാഹ വിപ്രാഹ യജ്ഞേശം ഓജസ ദർശയാമാസു. നാഭിയേക്കാൾ ബ്രാഹ്മണഭക്തനായിട്ട് വേറൊരാൾ എവിടെയുണ്ട്? യാതൊരാളുടെ യജ്ഞത്തിൽ മംഗളകരമാവണ്ണം പൂജിക്കപ്പെട്ട ആ ബ്രാഹ്മണർ യജ്ഞദേവതയായിരിക്കുന്ന മഹാവിഷ്ണുവിനെ അവരുടെ വൈഭവത്താൽ കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകം പദം ഇതാക്കിയിട്ട് ബ്രഹ്മണ്യേന കുതോ നാഭേ വിപ്രാ മംഗളപൂ കോന്നു തൽ കർമ്മരാജശ്രേ നാഭേരന്വാചരേൽപുമാൻ. 6-ാമത്തെ ശ്ലോകം. അപത്യതാം അഗാത് യസ്യ ഹരി ശുദ്ധേന കർമ്മണ. 7-ാമത്തെ ശ്ലോകം. ബ്രഹ്മണ്യോന്യ കുതോ നാഭേ വിപ്രാ മംഗളപൂജിതാ യസ്യ ബർഹിഷി യജ്ഞേശം ദർശയാമസുരോജസ എന്നുള്ളതാണ് 7-ാമത്തെ ശ്ലോകം. അപ്പോൾ പാണ്ഡവേയ അത് കഴിഞ്ഞു. നാഭേഹേ അന്യാം നാഭിയിൽ നിന്ന് അന്യനായിട്ട്. നാഭേഹേ അന്യാം എന്ന് പറഞ്ഞാൽ നാഭിയിൽ നിന്ന് അന്യനായിട്ട് ബ്രഹ്മണ്യ കുതഹ ബ്രാഹ്മണഭക്തർ ആരാകുന്നു? യസ്യ ബർഹിഷി യാതൊരുവിൻ്റെ യജ്ഞത്തിൽ വിപ്രാഹ ആ ബ്രാഹ്മണർ മംഗളപൂജിതാഹ മംഗളങ്ങളാൽ പൂജിക്കപ്പെട്ടവരായിട്ട് ഓജസ മന്ത്രപ്രഭാവത്താൽ യജ്ഞേശം ഭഗവാനെ ദർശയാമാസു ദർശിപ്പിച്ചു. നാഭിക്ക് തുല്യനായിരിക്കുന്ന ബ്രാഹ്മണ ഭക്തൻ ലോകത്തിൽ അന്യർ ഏതൊരുവനാകുന്നു? ആരും ഇല്ല. എന്തുകൊണ്ടെന്നാൽ യാതൊരുവൻ്റെ യജ്ഞത്തിൽ അദ്ദേഹത്താൽ ദക്ഷിണ മുതലായിരിക്കുന്ന മംഗളപദാർത്ഥങ്ങളാൽ സൽക്കരിക്കപ്പെട്ട ആ ബ്രാഹ്മണർ സന്തുഷ്ടരായിട്ട് ആ യജ്ഞഫലദാതാവായിരിക്കുന്ന ഭഗവാനെ മന്ത്രങ്ങളുടെ പ്രഭാവത്താൽ പ്രത്യക്ഷനായിട്ട് നാഭിക്ക് കാട്ടിക്കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിപ്രാഹ മംഗളപൂജിതാഹ സന്തഃ യസ്യ ബർഹിഷി യജ്ഞേശം ഓജസാ ദർശയാമാസു തസ്മാത് നാഭയെ അന്യ ബ്രഹ്മണ്യ കുതഃ. ബ്രാഹ്മണർ ദക്ഷിണാദികളാൽ പൂജിതരായിട്ട് യാതൊരാൾക്ക് യജ്ഞത്തിൽ വെച്ച് സർവജ്ഞ ഫലദാതാവായിരിക്കുന്ന തന്തിരുവടിയെ തങ്ങളുടെ ആ മന്ത്രശക്തിയാൽ കാണിച്ചു കൊടുത്തുവോ ആ നാഭിയിൽ നിന്നും അന്യനായിട്ട് ഇപ്രകാരമുള്ള ബ്രാഹ്മണ ഭക്തൻ
വേറെ എവിടെയുണ്ട് എന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ ഏവം നാഭേ പ്രസിദ്ധം കർമ്മ നാഭിയുടെ പ്രസിദ്ധമായിരിക്കുന്ന കർമ്മങ്ങൾ ആരെക്കൊണ്ട് പുനരാചരേൻ വീണ്ടും ആചരിക്കാൻ പറ്റും. യസ്യ ശുദ്ധകർമ്മണ ആ ശുദ്ധകർമ്മങ്ങളെ കൊണ്ടാണ് ഹരി പുത്രനായിട്ട് അവതരിച്ച പുത്രത്വം പ്രാപ്ത എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത് നാഭിം വിന നാഭിയല്ലാതെ ബ്രഹ്മണ്യോന്യ അന്യ ബ്രാഹ്മണ ഭക്തർ കുത എവിടെ ഉണ്ട്. യസ്യ അദ്ദേഹത്തിൻ്റെ യജ്ഞത്തിൽ യജ്ഞേ വിപ്രാഹ ആ ബ്രാഹ്മണർ മന്ത്രബലേന ഈശ്വരം മന്ത്രബലേന ഈശ്വരം ദർശയാമാസ് മന്ത്രബലം കൊണ്ട് ഈശ്വരനെ കാണിച്ചു കൊടുത്തു. നാഭിം വിനാ ബ്രഹ്മണ്യോന്യ നാഭിയെ കൂടാതെ കണ്ടുള്ള ബ്രാഹ്മണ ഭക്തന്മാർ വേറെ ആരാണുള്ളത്. കുത എവിടെയുണ്ടെന്ന്. യസ്യ യജ്ഞേ അദ്ദേഹത്തിൻ്റെ യജ്ഞത്തിൽ ബ്രാഹ്മണർ മന്ത്രബലേന ഈശ്വരം മന്ത്രബലം കൊണ്ട് ആ ഈശ്വരനെ ദർശയാമാസു. അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് നാഭിം വിനാ ബ്രഹ്മണ്യോന്യ കുത യസ്യേജ്ഞേ വിപ്രാഹ മന്ത്രബലേന ഈശ്വരം ദർശയാമാസു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അഥഃ ഭഗവാൻ ഋഷഭദേവഃ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാനഃ പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരൈർ ഗുരുഭിരനുജ്ഞാതോ ഗൃഹമേധിനാം ധർമാൻ അനുശിക്ഷമാണോ ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ സമാംനായാംനാദം അഭിയുഞ്ജന്നാത്മജാനാം ആത്മസമാനാനാം ശതം ജനയാമാസ. ഇതുകൂടി പറയാം. അഥഃ ഭഗവാൻ ഋഷഭദേവഃ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാനഃ പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരൈർ ഗുരുഭിർ അനുജ്ഞാതോ ഗൃഹമേധിനാം ധർമാൻ അനുശിക്ഷമാണോ ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ സമാംനായാംനാദ അഭിയുഞ്ജന്ന ആത്മജാനാം ആത്മസമാനാനാം ശതം ജനയാമാസ. തനിക്ക് ആ പരമ്പരാഗതമായിട്ട് ലഭിച്ചിട്ടുള്ള രാജ്യം ആ കർമ്മഭൂമി ആണെന്ന് അറിയാവുന്ന ഋഷഭദേവൻ, അത് ഭഗവാൻ ഋഷഭദേവ സ്വവർഷം കർമ്മക്ഷേത്രം സ്വന്തം ആ ഭൂമി കർമ്മക്ഷേത്രം ആണെന്ന് അനുമന്യമാന ആണെന്ന് അറിയാവുന്ന അദ്ദേഹം അന്യർക്ക് പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരേർ ഗുരുഭിർ അനുജ്ഞാതോ ഗൃഹമേധിനാം ധർമാൻ അനുശിക്ഷമാണോ അന്യർക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ട് ആ ഗുരുകുലവാസം നടത്തി. അവിടെ ഗുരുകുലവാസത്തിൽ ഗുരുദക്ഷിണയൊക്കെ കൊടുത്ത് വിദ്യാപരിസമാപ്തി കുറിക്കുന്ന സ്നാനമൊക്കെ കഴിഞ്ഞ് ആ ഗുരുഭൂതന്മാരുടെ അനുജ്ഞയോട് കൂടിയിട്ട് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചു. പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരൈർ ഗുരുഭിർ അനുജ്ഞാതോ ഗൃഹമേധിനാം ധർമാൻ അനുശിക്ഷമാണോ ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം. ആ ഗൃഹസ്ഥാശ്രമങ്ങൾ ഏതെന്ന് അന്യരെ മനസ്സിലാക്കുകയായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചത്. അതിൻ്റെ പ്രാരംഭമായിട്ട് ഇന്ദ്രനാൽ ദാനം ചെയ്യപ്പെട്ടവളായിരിക്കുന്ന ജയന്തിയെ പരിണയിച്ചു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ധർമാൻ അനുശിക്ഷമാണോ ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ സമാംനായാംനാദം ആത്മജാനാം ആത്മസമാനാനാം ശതം ജനയാമാസ. ആ ഗുരുഭൂതന്മാരുടെ അജ്ഞയോട് കൂടിയിട്ട് ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ട് ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ ഏവയെന്ന് അന്യന്മാരെ മനസ്സിലാക്കി ആയിരുന്നു ലക്ഷ്യം. അതിൻ്റെ ആ പ്രാരംഭമായിട്ട് ഇന്ദ്രനാൽ ദാനം ചെയ്യപ്പെട്ടവളായിരിക്കുന്ന ആ ജയന്തിയെ പരിണയിച്ചു. ശാസ്ത്രാനുസാരേണയുള്ള ശ്രൗത സ്മാർത്ഥ ധർമ്മങ്ങൾ അനുഷ്ഠിച്ചു. ആ ജയന്തിയിൽ തന്നോട് തുല്യരായിട്ട് 100 പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തു. ശതം എന്ന് പറഞ്ഞ 100 പുത്രന്മാരെ. കർമ്മ സമാംനായം ആംനാദം അഭിയുഞ്ജൻ
ആത്മജാനാം ആത്മസമാനാനാം ശതം 100 കണക്കിലുള്ള 100 പുത്രന്മാർ ജനിച്ചു എന്നാണ് പറഞ്ഞത്. അന്ന് ഭാരതം എന്ന് പേർ വന്നിട്ടില്ലായകയാലാണ് സ്വവർഷം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭാരതം മാത്രമാണ് കർമ്മക്ഷേത്രം എന്നതിൻ്റെ പ്രമാണം. 17-ാം അധ്യായം 11-ാം ശ്ലോകം വ്യാഖ്യാനത്തിൽ പറയാം. ഗുരുദക്ഷിണയും സ്നാനവും കഴിഞ്ഞ് ഗുരുവിൻ്റെ അനുജ്ഞയോടെയാണ് സമാവർത്തനം, സ്വഗൃഹത്തിലേക്കുള്ള മടങ്ങിവരവ്. അതോടെ വിവാഹത്തിന് അർഹനാകുന്നു ഇത്യാദി ആ ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾ, പാകയജ്ഞങ്ങൾ, സ്മാർത്ഥം. അപ്പോൾ ജയന്തി എന്ന് പറയുന്നത് ഇന്ദ്രൻ്റെ പുത്രിയാണ്. പ്രജാകരേ തതശ്ചേന്ദ്രോ ജയന്തീം ഇതമബ്രവീത്. ഇന്ദ്രൻ്റെ പുത്രിയാണ്. സന്ധികാമോ ബ്രവീദ് വാക്യം സ്വാം കന്യാം പാകശാസന. ഇന്ദ്രദത്തായാം എന്ന വാക്യം കൊണ്ട് ആ കന്യാദാനം, ആ ഇന്ദ്രൻ കന്യകയെ ദാനം ചെയ്യുകയാണ് ചെയ്തത് ഋഷഭദേവന്. ബ്രാഹ്മ വിവാഹം ആണ്. അക്കാലത്ത് ദേവീദേവന്മാരും സിദ്ധചാരണാദികളും മനുഷ്യരുമെല്ലാം പരസ്പരം വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിന് ഇതും ഒരു തെളിവാണ്. ആഗ്നീധ്രപത്നി അപ്സരസായിരുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അഥ അനന്തരം ഭഗവാൻ ഋഷഭദേവ, ആ ഭഗവാന്റെ അംശാവതാരം ആയിരിക്കണ ഋഷഭദേവൻ സ്വവർഷം തൻ്റെ ഭൂമിഭാഗത്തെ കർമ്മക്ഷേത്രം അനുമന്യമാന, കർമ്മക്ഷേത്രമായിട്ട് വിചാരിച്ചിട്ട്, പ്രദർശിത ഗുരുകുലവാസ, പ്രദർശിപ്പിക്കപ്പെട്ട ആ ഗുരുകുലവാസത്തോടു കൂടിയവനായിട്ട്, ലബ്ധവരൈഹി, ലഭിക്കപ്പെട്ട അഭീഷ്ടങ്ങളോടുകൂടിയ, ഗുരുഭിഹി, ഗുരുക്കന്മാരാൽ, അനുജ്ഞാത, അനുവദിക്കപ്പെട്ടവനായിട്ട്, ഗൃഹമേധിനാം, ഗൃഹസ്ഥാശ്രമങ്ങളുടെ ധർമ്മങ്ങളെ, അനുശിക്ഷമാണ, അഭ്യസിക്കുന്നവനും, സമാംനായാംനാദം, ശാസ്ത്രങ്ങളാൽ പറയപ്പെട്ട ഉഭയലക്ഷണം, കർമ്മത്തിൽ 2 വിധ ലക്ഷണങ്ങളോട് കൂടിയാണ് കർമ്മത്തെ, അഭിയുഞ്ജൻ, അനുഷ്ഠിക്കുന്നവനും ആയിട്ട്, 2 വിധത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായിട്ട്, ഇന്ദ്രദത്തായാം, ഇന്ദ്രനാൽ നൽകപ്പെട്ട, ജയന്ത്യാം, ജയന്തിയിൽ, ആത്മസമാനാനാം, തനിക്ക് സദൃശന്മാരായിട്ടുള്ള, ആത്മജാനാം ശതം, 100 പുത്രന്മാരെ ജനയാമാസ, ജനിപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. അഥ അനന്തരം ഭഗവാൻ ഋഷഭദേവ, ഭഗവാന്റെ അംശാവതാരമായിരിക്കുന്ന ഋഷഭദേവൻ, സ്വവർഷം തൻ്റെ ഭൂമിഭാഗത്തെ ആ കർമ്മക്ഷേത്രം അനുമന്യമാനഃ, ആ കർമ്മക്ഷേത്രമായിട്ട് വിചാരിച്ചിട്ട്, പ്രദർശിത ഗുരുകുലവാസ, പ്രദർശിപ്പിക്കപ്പെട്ട ഗുരുകുലവാസത്തോടു കൂടിയവനായിട്ട്, ലബ്ധവരൈഹി, ലഭിക്കപ്പെട്ട അഭീഷ്ടങ്ങളോട് കൂടിയിരിക്കുന്ന, ഗുരുഭിഹി, ഗുരുക്കന്മാരാൽ, അനുജ്ഞാത, അനുവദിക്കപ്പെട്ടവനായിട്ട്, ഗൃഹമേധിനാം, ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മങ്ങളെ, അനുശിക്ഷമാണാം, അഭ്യസിക്കുന്നവനും, സമാംനായ ആംനാദം, ശാസ്ത്രങ്ങളാൽ പറയപ്പെട്ട ഉഭയലക്ഷണം, കർമ്മ, 2 വിധത്തിലുള്ള ലക്ഷണങ്ങളോട് കൂടിയിരിക്കുന്ന കർമ്മത്തെ, അഭിയുഞ്ജൻ, അനുഷ്ഠിക്കുന്നവനും ആയിട്ട്, ഇന്ദ്രദത്തായാം, ഇന്ദ്രനാൽ നൽകപ്പെട്ട, ജയന്ത്യാം, ആ ജയന്തിയിൽ, ആത്മസമാനാനാം, തനിക്ക് സദൃശന്മാരായിട്ടുള്ള, ആത്മജാനാം ശതം, 100 പുത്രന്മാരെ ജനയാമാസ, ജനിപ്പിച്ചു. അഥ ഭഗവാൻ ഋഷഭദേവ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാനഃ, പ്രദർശിത ഗുരുകുലവാസ, ലബ്ധവരൈഹി ഗുരുഭിഃ അനുജ്ഞാതഃ, ഗൃഹമേധിനാം, ധർമാൻ അനുശിക്ഷമാണഃ, സമാംനായാംനാദം, ഉഭയലക്ഷണം കർമ്മ, അഭിയുഞ്ജൻ, ഇന്ദ്രദത്തായാം ജയന്ത്യാ, ആത്മസമാനാനാം, ആത്മജാനാം ശതം ജനയാമാസ. ഭഗവാന്റെ അംശാവതാരമായിരിക്കുന്ന ഋഷഭദേവൻ തൻ്റെ ഭൂമിഭാഗത്തെ കർമ്മക്ഷേത്രം ആയിട്ട് വിചാരിച്ചിട്ട്, ആ പ്രദർശിപ്പിക്കപ്പെട്ട ഗുരുകുലവാസത്തോടു കൂടിയവനായിട്ട്, ആ ലഭിക്കപ്പെട്ട അഭീഷണങ്ങളോട് കൂടിയിരിക്കുന്ന ആ ഗുരുക്കന്മാരാൽ അനുവദിക്കപ്പെട്ടവനായിട്ട്, ആ ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മങ്ങളെ
അഭ്യസിപ്പിക്കുന്നവനും അതുപോലെ ശാസ്ത്രങ്ങളാൽ പറയപ്പെട്ട ആ 2 വിധം കർമ്മങ്ങൾ ലക്ഷണങ്ങളോടുകൂടിയ കർമ്മത്തെ അനുഷ്ഠിക്കുന്നവനുമായിട്ട് ആ ഇന്ദ്രനാൽ നൽകപ്പെട്ട ആ ജയന്തിയിൽ ആ തനിക്ക് സദൃശന്മാരായിരിക്കുന്ന 100 പുത്രന്മാരെ ജനിപ്പിച്ചു. അപ്പോൾ നാഭിചരിതം പറഞ്ഞതിൽ പിന്നെ ആ ഋഷഭദേവ ചരിതം പറയുന്നു. പിതാവ് ആ വാനപ്രസ്ഥത്തെ അംഗീകരിച്ചു പോയതിൽ പിന്നെ ആ ഭഗവാന്റെ അംശാവതാരമായിരിക്കുന്ന ഋഷഭദേവൻ തൻ്റെ ഭൂവിഭാഗമായിരിക്കുന്ന അജനാവ വർഷം, ഭാരതവർഷം, സ്വർഗാദി പുണ്യലോകങ്ങളെയും മോക്ഷത്തെയും സമ്പാദിക്കാൻ ഉപകരിക്കുന്ന കർമ്മങ്ങൾ, അതാണ് 2 കർമ്മങ്ങൾ. അതുണ്ട് സ്വർഗാദി പുണ്യലോകങ്ങളെയും മോക്ഷത്തെയും സമ്പാദിക്കാൻ 2 വിധത്തിലുള്ള, അതിന് വേണ്ടിയിട്ടാണ് ജന്മം, ഒരു ജീവൻ്റെ ജന്മം. അപ്പോൾ ഭാരതവർഷം സ്വർഗാദി പുണ്യലോകങ്ങളെയും മോക്ഷത്തെയും സമ്പാദിപ്പിക്കാൻ ഉപകരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിപ്പാനുള്ള ആ സ്ഥാനമാണെന്ന് നിശ്ചയിച്ച് തൻ്റെ അനുഷ്ഠാനം ദ്വാര അതിലെ നിവാസികളെ അഭ്യസിപ്പിക്കണമെന്നുറച്ചു. ആ ഭഗവത് അവതാരം ആയതിനാൽ ജന്മനാ ജ്ഞാനവാനാണെങ്കിലും ഗുരുകുലവാസം ചെയ്ത് വിദ്യ അഭ്യസിച്ചു. അവസാനം ആ ഗുരുക്കന്മാർക്ക് സർവാഭിഷ്ടങ്ങളെയും സമർപ്പിക്കുന്ന വിധത്തിൽ ഗുരുദക്ഷിണ ചെയ്തു. ഗൃഹസ്ഥാശ്രമം സ്വീകരിപ്പാൻ അവരിൽ നിന്നും സമ്മതം വാങ്ങി. ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച അവർ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ശ്രുതി സ്മൃതി വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിപ്പാനും ഇതരന്മാരെ കൊണ്ട് അനുഷ്ഠിപ്പിക്കുവാനും വേണ്ടി ആ ശാസ്ത്രവിഹിത കർമാനുഷ്ഠാനം ചെയ്തു. ഇന്ദ്രനാൽ നൽകപ്പെട്ട അജയന്തി എന്നു പേരായിരിക്കുന്ന സ്വഭാര്യയിൽ ആത്മതുല്യരായിരിക്കുന്ന 100 പുത്രന്മാരെ ജനിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനന്തരം ആ ഭഗവാനായിരിക്കുന്ന ഋഷഭദേവൻ തൻ്റെ ആ വർഷം കർമ്മഭൂമിയാണെന്ന് കരുതിയിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഗുരുകുലവാസം ചെയ്തു. അങ്ങനെ ആ ദക്ഷിണാദികളാൽ സന്തുഷ്ടരായിരിക്കുന്ന ഗുരുക്കന്മാരുടെ ആജ്ഞയോട് കൂടിയിട്ട് ഗൃഹസ്ഥന്മാരുടെ ധർമ്മങ്ങൾ ലോകത്തിൽ പഠിപ്പിക്കുവാനായിട്ട് ശ്രുതിസ്മൃതി വിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇന്ദ്രനാൽ ദാനം ചെയ്യപ്പെട്ട ജയന്തി എന്ന പത്നിയിൽ തനിക്ക് തുല്യനായിരിക്കുന്ന 100 പുത്രന്മാരെ ജനിപ്പിച്ചു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അഥ ഭഗവാൻ ഋഷഭദേവ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാനഃ പ്രദർശിത ഗുരുകുലവാസഃ ലബ്ധവരൈഃ ഗുരുഭിഃ അനുജ്ഞാതഃ ഗൃഹമേധിനാം ധർമാൻ അനുശിക്ഷമാണഃ. ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ സമാംനായ ആത്മാനം അഭിയുഞ്ജൻ ആത്മജാനാം ആത്മസമാനാനാം ശതം ജനയാമാസ. ഇതാണ് പദം കുറിച്ചുകൊണ്ട് ചൊല്ലുമ്പോൾ വരുന്ന ആ ശ്ലോകം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. അഥ ഭഗവാൻ ഋഷഭദേവോ, അങ്ങനെ ആ ഋഷഭദേവൻ ലോകശിക്ഷാർത്ഥം, ലോകത്തെ പഠിപ്പിക്കുക ആയിട്ട് ഗുരുഗൃഹത്തിലെ ബ്രഹ്മചര്യാദി ധർമ്മൈ കൃത്വ, ബ്രഹ്മചര്യ ധർമ്മങ്ങളൊക്കെ സ്വീകരിച്ച് ഗുരുവരുണ്യ, ആ ഗുരുവിൻ്റെ അനുജ്ഞ കൊണ്ട് ഗൃഹധർമാൻ ശിക്ഷയൻ, ഗൃഹധർമ്മങ്ങളെ പഠിച്ച് ജയന്തി എന്നുള്ള ഭാര്യയിൽ ശതം പുത്രാൻ ജനയാമാസ, 100 പുത്രന്മാരെ ജനിപ്പിച്ചു. അഥ ഭഗവാൻ ഋഷഭദേവോ, അങ്ങനെ ആ ഭഗവാൻ ഋഷഭദേവൻ ലോകശിക്ഷാർത്ഥം, ലോകരെ പഠിപ്പിക്കാനായിക്കൊണ്ട് ഗുരുഗൃഹേ ബ്രഹ്മചര്യാദി ധർമ്മൈ കൃത്വ, ഗുരുകുലത്തിൽ പോയിട്ട് ആ ബ്രഹ്മചര്യാദി ആ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് ഗുരുവനുജ്ഞയ, ആ ഗുരുവിൻ്റെ അനുജ്ഞയോട് കൂടിയിട്ട് ഗൃഹധർമാൻ ശിക്ഷയൻ, ഗൃഹധർമ്മങ്ങളെയൊക്കെ പഠിപ്പിച്ച് ജയന്തി എന്നുള്ള ആ ഇന്ദ്രൻ്റെ മകളെ കല്യാണം കഴിച്ചു. ജയന്ത്യാം ശതം പുത്രൻ, അതിൽ 100 പുത്രന്മാർ പുത്രന്മാരെ ജനിപ്പിച്ചു. അപ്പോൾ അഥ ഭഗവാൻ ഋഷഭദേവോ ലോകശിക്ഷാർത്ഥം ഗുരുഗൃഹേ ബ്രഹ്മചര്യാദിധർമ്മേ കൃത്വ ഗുരുവനുജ്ഞയ ഗൃഹധർമാൻ ശിക്ഷയൻ ജയന്ത്യാം ശതം പുത്രാൻ ജനയാമാസ എന്നുള്ളതാണ് ആ 7ാമത്തെ ശ്ലോകത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ ശ്ലോകത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. 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 8ാമത്തെ ശ്
അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. അടുത്ത ശ്ലോകം: യേഷാം ഖലു മഹായോഗി ഭരതോ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഗുണ ആസീദ്യേനേദം വർഷം ഭാരതമിതി വ്യപദിശന്തി. യേഷാം ഖലു, ആ പുത്രന്മാരിൽ, മഹായോഗിയായിരിക്കുന്ന പുത്രൻ ഭരതോ, ഭരതൻ, ജ്യേഷ്ഠഃ, ജ്യേഷ്ഠനായിട്ട്, ശ്രേഷ്ഠഗുണങ്ങളോട് കൂടിയിട്ട്, ആസീദ്യേദം, അദ്ദേഹം ആദ്യത്തെ ആ പുത്രനായിരുന്നു. ഭരതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആസീദ്യേദം, അങ്ങനെ അദ്ദേഹം ഭരിക്കുകയാൽ ആ വർഷം ഭാരതമിതി വ്യപദിശന്തി, ആ രാജ്യത്തെ ഭാരതം എന്നറിയപ്പെട്ടു. യേഷാം ഖലു മഹായോഗീ ഭരതോ ജ്യേഷ്ഠഃ ശ്രേഷ്ഠഗുണ ആസീദ്യേനേദം വർഷം ഭാരതമിതി വ്യപദിശന്തി. ആ പുത്രന്മാരിൽ ശ്രേഷ്ഠനും ജ്യേഷ്ഠനും യോഗിവര്യനുമായിരിക്കുന്ന ഭരതനായിരുന്നു. അദ്ദേഹം ഭരിക്കുകയാൽ ഈ രാജ്യം ഭാരതം എന്നറിയപ്പെട്ടു. ഭരത്യേഷ പ്രജാ സർവാസ്തോ ഭരത ഉച്യത്തെ. ഭാരതം വനപർവ്വത്തിൽ പറയുന്നുണ്ട്, പ്രജകളെ വേണ്ട വിധം ഭരിക്കുന്നവൻ ഭരതൻ. 7-ാം അധ്യായത്തിൽ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. അവിടെ ഭാരതത്തെ പറ്റിയിട്ട് ഇനിയും വിശദമാക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ സമാംനായ ആത്മാനം അഭിയുഞ്ജത ആത്മജാനാം ആത്മസമാനാനാം ശതം ജനയാമാസ എന്ന് പറഞ്ഞിട്ട് യേഷാം ഖലു മഹായോഗീ ഭരതഃ ജ്യേഷ്ഠഃ ശ്രേഷ്ഠ ഗുണ ആസീത് ഏനേദം വർഷ ഭാരതം ഇതി വ്യപദിശന്തി എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ യേഷാം, യാതൊരുവരുടെ മധ്യത്തിൽ, ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന ഗുണങ്ങളോടുകൂടിയിരിക്കുന്ന ഭരതഃ, ഭരതൻ, ജ്യേഷ്ഠഃ ആസീത്, ജ്യേഷ്ഠനായിരുന്നു. ആ ഭരതനാണ് ജ്യേഷ്ഠനായിരുന്നത്. യേന, യാതൊരുവൻ, നിമിത്തം, ഇതം വർഷം, ഈ ഭൂഖണ്ഡത്തെ, ഭാരതം ഇതി, ഭാരതം എന്ന് വ്യപദിശന്തി പറയപ്പെടുന്നു. യേഷാം, യാതൊരുവരുടെ മധ്യത്തിൽ, ശ്രേഷ്ഠങ്ങളായ ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഭരതഃ, ഭരതൻ, ജ്യേഷ്ഠഃ ആസീത്, ജ്യേഷ്ഠനായിരുന്നു. യേന, യാതൊരുവൻ, നിമിത്തം, ഇതം വർഷം, ഈ ഭൂഖണ്ഡത്തെ, ഭാരതം ഇതി, ഭാരതം എന്ന് വ്യപദിശന്തി പറയുന്നു. അവരിൽ ആ യേഷാം ശ്രേഷ്ഠഗുണഃ ജ്യേഷ്ഠഃ ഭരതഃ ജ്യേഷ്ഠഃ ആസീത് യേന ഇദം വർഷം ഭാരതം ഇതി വ്യപദിശന്തി. അതാണ് പറയുക, യാതൊരുവരുടെ മധ്യത്തിൽ ആ ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ജ്യേഷ്ഠനായ ഭരതൻ ഉള്ളതുകൊണ്ട് യാതൊരുവൻ നിമിത്തം ഈ ഭൂഖണ്ഡത്തെ ഭാരതം എന്ന് പറയുന്നു. അവർ പ്രജാരഞ്ജനാദി ശ്രേഷ്ഠ ഗുണങ്ങളുള്ള സുപ്രസിദ്ധനായിരിക്കുന്ന ഭരതൻ, ജ്യേഷ്ഠപുത്രൻ, ആ മഹാരാജാവിൻ്റെ ഗുണോത്കർഷം നിമിത്തം അന്നുവരെ അജനാഭവർഷം എന്ന് വിളിച്ചു നിന്നിരുന്ന ആ ഭൂഖണ്ഡത്തെ ഭാരതം എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. മഹാജനങ്ങളുടെ ഓർമ്മ ലോകത്തിൽ നിലനിർത്തുവാനുള്ള ഏർപ്പാട് പൂർവ്വകാലം മുതൽക്ക് തന്നെ ഭാരതവർഷത്തിൽ നടപ്പുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവരിൽ വെച്ച് മഹായോഗിയായിരിക്കുന്ന ഭരതൻ ജ്യേഷ്ഠനും ഗുണങ്ങൾ കൊണ്ട് ശ്രേഷ്ഠനുമായിരുന്നു. ആ ഭരതൻ ഹേതുവായിട്ട് ആ അജനാഭ വർഷത്തെ ഭാരതമെന്ന് മഹാത്മാക്കൾ വിളിക്കുന്നു. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ യേഷാം മധ്യേ മഹായോഗി, അവരുടെ മധ്യത്തിലെ മഹായോഗി വര്യനായിരിക്കുന്ന ജ്യേഷ്ഠനായിരിക്കുന്ന ഭരതൻ ആസീത്, ആ ഭരതൻ അവിടെ രാജ്യം ഭരിച്ച കാരണം ഏനേദം വർഷം ഭാരതമിതി, ഈ വർഷത്തെ ഭാരതമിതി കഥയന്തി, ഭാരതം എന്ന് പറയുന്നു. അപ്പോൾ യേഷാം മധ്യേ മഹായോഗി ജ്യേഷ്ഠോ ഭരത, അവരുടെ മധ്യത്തിലെ മഹായോഗിയായിരിക്കുന്ന ജ്യേഷ്ഠപുത്രനായിരിക്കുന്ന ഭരതൻ അവിടെ രാജ്യം ഭരിച്ചു. ആസീത് ഏനേദം വർഷം ഭാരതമിതി, അതുകൊണ്ട് ഭരിച്ചതുകൊണ്ട് ഈ വർഷത്തെ, ഈ അജനാഭ വർഷത്തെ ഭാരതമിതി കഥയന്തി, ഭാരതമെന്ന് പറയപ്പെട്ടു. യേഷാം മധ്യേ മഹായോഗി ജ്യേഷ്ഠോ ഭരത ആസീത് ഏനേദം വർഷം ഭാരതമിതി കഥയന്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. അടുത്ത ശ്ലോകം
തമനുകുശാവർത്ത ഇളാവർത്തോ ബ്രഹ്മാവർത്തോ മലയ കേതുർഭദ്രസേന ഇന്ദ്രസ്പൃഗ് അപ്പോൾ ഇവിടെ പറഞ്ഞ അവരിൽ യേശാം യാതൊരുവരുടെ മധ്യത്തിൽ ശ്രേഷ്ഠഗുണങ്ങളായിരിക്കുന്ന ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന ഭരതൻ ജ്യേഷ്ഠനായിരുന്നു. ഏന യാതൊരുവൻ നിമിത്തം ഇതം വർഷം ഈ ഭൂഖണ്ഡത്തെ ഭാരതം എന്ന് വ്യപതിസന്ധി പറയുന്നു. അവരിൽ ആ പ്രജാരഞ്ജനാദി ശ്രേഷ്ഠഗുണങ്ങളുള്ള ഇത് പറഞ്ഞിട്ട് അടുത്ത ശ്ലോകം തമനു കുശാവർത്ത ഇളാവർത്തോ ബ്രഹ്മാവർത്തോ മലയകേതുർ ഭദ്രസേന ഇന്ദ്രസ്പൃഗ് വിദർഭ കീകട ഇതി നവനവതി പ്രധാനാഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തമനു കുശാവർത്ത ഇളാവർത്തോ ബ്രഹ്മാവർത്തോ മലയ കേതുർ ഭദ്രസേന ഇന്ദ്രസ്പൃഗ് വിദർഭ കീകട ഇതി നവനവതി പ്രധാനാഹ. ഭരതൻ്റെ അനുജന്മാരായിരിച്ച ക്രമത്തിൽ, അപ്പോൾ അവരുടെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രമത്തിൽ കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃഗ്, വിദർഭൻ, കീകടൻ എന്നിങ്ങനെ മുഖ്യന്മാരായിരിക്കുന്ന 9 പുത്രന്മാരുണ്ടായി എന്നാണ്. തമനു കുശാവർത്തോ ഇളാവർത്തോ ബ്രഹ്മാവർത്തോ മലയ കേതുർ ഭദ്രസേന ഇന്ദ്രസ്പൃഗ് വിദർഭ കീകട ഇതി നവനവതി പ്രധാന. ഭരതൻ്റെ അനുജന്മാരായിട്ട് ക്രമത്തിൽ കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃഗ്, വിദർഭൻ, കീകടൻ എന്നിങ്ങനെ മുഖ്യന്മാരായിരിക്കുന്ന 9 പുത്രന്മാരായിട്ട് ഉണ്ടായിരുന്നു. അവനെ അനുസരിച്ച് 9 പേർ നവതി പ്രധാന. ബാക്കിയുള്ള 90 പേരിൽ പ്രധാന ഗുണങ്ങൾ ഉള്ളവർ. ഈ 9 പേർ 90-ൽ പെട്ടവരല്ല, അതുകൊണ്ട് നവതി പ്രധാന എന്ന് പറയുന്നു. നവതേ പ്രധാന ജ്യേഷ്ഠ, ബാക്കി 90 പേരുടെ ജ്യേഷ്ഠന്മാരായിരിക്കുന്ന പ്രധാനികൾ എന്ന് വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഭരതന് രാജ്യഭരണത്തിൽ അനുസരിച്ച കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃഗ്, വിദർഭൻ, കീകടൻ എന്നു പേരുള്ള 9 പേർ ബാക്കിയുള്ള 90 പേരുടെ ജ്യേഷ്ഠന്മാരായിരിക്കുന്ന പ്രധാനന്മാരായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തമനു കുശാവർത്ത ഇളാവർത്ത ബ്രഹ്മാവർത്ത മലയ കേതു ഭദ്രസേന ഇന്ദ്ര സ്പൃഗ് വിദർഭ കീകട ഇതി നവനവതി പ്രധാന. അപ്പോൾ ഭരതന് ശേഷം കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃഗ്, വിദർഭൻ, കീകടൻ എന്നിപ്രകാരം 9 ആളുകളാണ് മറ്റ് 90 പേരിൽ വെച്ചിട്ട് ജ്യേഷ്ഠന്മാർ എന്നുള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറയണത് നോക്കാം. വ്യാഖ്യാനത്തിൽ തമനു കുശാവർത്ത, അവരിൽ കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്ത, മലയ, കേതു, ഭദ്രസേന, ഇന്ദ്രസ്പൃഗ്, വിദർഭ, കീകട ഇതി നവനവതിഷു മുഖ്യ. ഇവർ 9 പേരിൽ പ്രധാനപ്പെട്ട 9 പേരായിരുന്നു. മുഖ്യാഹ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭരതൻ്റെ അനുജന്മാരായിട്ട് ക്രമത്തിൽ കുശാവർത്തൻ, ഇളാവർത്തൻ, ബ്രഹ്മാവർത്തൻ, മലയൻ, കേതു, ഭദ്രസേനൻ, ഇന്ദ്രസ്പൃഗ്, വിദർഭൻ, കീകടൻ എന്നിങ്ങനെ മുഖ്യരായിരിക്കുന്ന 9 പുത്രന്മാർ ഉണ്ടായി എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകം. കവിർഹരിർ അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോധദ്രുമിളശ്ചമസഃ കരഭാജന. കവിർഹരിർ അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോധ ദ്രുമിളശ്ചമസഃ കരഭാജന ഇതി ഭാഗവതധർമ്മദർശന നവ ഭാഗവതാസ്തേഷാം സുചരിതം
ഭഗവൻ മഹിമോ ബൃംഹിതം വാസുദേവനാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത് വർണ്ണയിഷ്യാമ. അപ്പോൾ ഇതിനു ശേഷം പിന്നെ ഈ പറയപ്പെടുന്ന കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദുമിളൻ, ചമസൻ, കരഭാജനൻ എന്നിങ്ങനെ ആ മഹാഭാഗവതോത്തമന്മാരായിരിക്കുന്ന 9 പുത്രന്മാർ വേറെ ഉണ്ടായി. ഇവരെ നവയോഗികൾ എന്നാണ് പറയുക. ഭാഗവത ധർമ്മത്തെ നന്നായിട്ട് പ്രചരിപ്പിച്ച ഈ ഭാഗവതോത്തമന്മാരുടെ പുണ്യചരിത്രം ആ ഭഗവൻ മാഹാത്മ്യവർണ്ണനാപരമായിരിക്കുന്ന വാസുദേവ നാരദ സംവാദ രൂപേണ ഇനി പിന്നീട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ കവിർ ഹരിർ അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന. അപ്പോൾ ആദ്യത്തെ 9 പുത്രന്മാരെ അനുജന്മാരെ പറഞ്ഞു, ഭരതൻ്റെ അനുജന്മാരെ. അതിന് ശേഷം 9 ഭാഗവതന്മാരായിരിക്കുന്ന പുത്രന്മാരെ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഇതി ഭാഗവത ധർമ്മദർശന. എന്നിങ്ങനെ ഭാഗവതോത്തമന്മാരായിരിക്കുന്ന 9 പുത്രന്മാരുണ്ടായി. അവരുടെ പേരാണ് നവയോഗികൾ. അപ്പോൾ ഭാഗവത ധർമ്മത്തെ നന്നായിട്ട് പ്രചരിപ്പിച്ച ആ ഭാഗവതോത്തമന്മാരുടെ പുണ്യചരിത്രം ഇനി രണ്ടാമത് വിസ്തരിക്കുന്നുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അപ്പോൾ തമനു, കുശാവർത്ത, ഇളാവർത്ത, ബ്രഹ്മാവർത്ത, മലയ, കേതുഹു, ഭദ്രസേന, ഇന്ദ്ര, സ്പൃഗ്, വിദർഭ, കീകട ഇതി നവനവതി പ്രധാന കവി, ഹരി, അന്തരിക്ഷ, പ്രബുദ്ധ, പിപ്ലായന, ആവിർഹോത്ര, അഥ ദ്രുമിള, ചമസ, കരഭാജന. ഇതി ഭാഗവതധർമ്മദർശന നവ മഹാഭാഗവത തേഷാം സുചരിതം ഭഗവൻ മഹിമോപബൃംഹിതം വാസുദേവ നാരദ സംവാദം ഉപശമായനം ഉപരിഷ്ടാത് വർണ്ണയിഷ്യാമഹ എന്നുള്ളതാണ് ആ 12ാമത്തെ ശ്ലോകത്തിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതി ഭാഗവത ധർമ്മ ദർശന, ഇങ്ങനെ അഭക്തന്മാരുടെ ധർമ്മങ്ങളെ ലോകത്തിൽ ദർശിക്കുന്ന മഹാഭാഗവതാഹ, മഹാഭക്തന്മാർ 9 പേര്, 9 പേര്. ഭഗവൻ മഹിമോപബൃംഹിതം, ആ ഭഗവാന്റെ മഹിമയാൽ അതീവ പ്രകാശത്തോടു കൂടിയതും, വാസുദേവ നാരദ സംവാദം, വസുദേവരുടെയും നാരദരുടെയും സംഭാഷണത്തിന് വിഷയമായിട്ട് ഭവിച്ചതും, ഉപശമായനം, ശാന്തിമാർഗത്തെ പ്രദർശിപ്പിക്കുന്നതും ആയിരിക്കുന്ന തേഷാം സുചരിതം, അവരുടെ പുണ്യചരിതത്തെ ഉപരിഷ്ടാൽ, മുകളിൽ ഏകാദശ സ്കന്ധത്തിൽ, ഉപരിഷ്ടാത് ഏകാദശ വർണ്ണിക്കാം. ഏകാദശ സ്കന്ധത്തിലാണ് ആ 9 നവയോഗികളുടെ ഭാഗവത ധർമ്മത്തെ പറ്റിയിട്ട് ഉള്ള ഉപദേശത്തിൻ്റെ ആ വർണ്ണനകൾ ഉള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതി ഭാഗവത ധർമ്മദർശന, ഇങ്ങനെ ആ ഭക്തന്മാരുടെ ധർമ്മങ്ങളെ ലോകത്തിൽ കാണിച്ചു കൊടുക്കുന്ന, ദർശിപ്പിക്കുന്ന മഹാഭാഗവതോത്തമന്മാരായിരിക്കുന്ന മഹാഭക്തന്മാർ 9 പേര്. ഭഗവൻ മഹിമോപബൃംഹിതം, ഭഗവാന്റെ ആ മഹിമയാൽ അതിപ്രകാശത്തോടു കൂടിയതും, വസുദേവ നാരദ സംവാദം, ആ വസുദേവരുടെയും നാരദരുടെയും സംഭാഷണത്തിന് വിഷയമായിട്ട് ഭവിച്ചതും, ഉപശമായനം, ശാന്തിമാർഗത്തെ പ്രദർശിപ്പിക്കുന്നതുമായിരിക്കുന്ന തേഷാം സുചരിതം, അവരുടെ ആ പുണ്യചരിതത്തെ ഉപരിഷ്ടാൽ, മുകളിൽ ഏകാദശ സ്കന്ധത്തിൽ വർണ്ണിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭാഗവത ധർമ്മദർശന മഹാഭാഗവത നവ ഭഗവൻ മഹിമോപബൃംഹിതം വസുദേവ നാരദ സംവാദം ഉപശമായനം തേഷാം സുചരിതം ഉപരിഷ്ടാത് വർണ്ണയിഷ്യാമഃ. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്ന 9 പേർ ഭഗവാനെ ഭജിക്കുന്നവർ ആചരിക്കേണ്ടതായിരിക്കുന്ന ധർമ്മങ്ങളെ ലോകത്തിലുള്ളവർക്കും കാട്ടിക്കൊടുക്കുന്ന ആ മഹാഭക്തന്മാരാകുന്നു. ഭഗവാന്റെ മഹിമ നിമിത്തം അവരുടെ ചരിത്രത്തിന് പരമശോഭ സിദ്ധിച്ചിരിക്കുന്നു. ശ്രീ വസുദേവർക്കും ശ്രീനാരദ മുനിക്കും തമ്മിലുണ്ടായ സംവാദത്തിൽ ഇവരുടെ ആ ഭക്തിമഹാത്മ്യം പ്രദർശിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ ഭക്തന്മാർക്ക് ശാന്തിമാർഗത്തെ അഭ്യസിപ്പിക്കുന്ന ഇവരെ
ഈ പുണ്യചരിതത്തെ ഏകാദശ സ്കന്ധത്തിൽ വർണ്ണിച്ചു പറയുന്നുണ്ട്. നവതി പ്രധാന എന്ന പദം വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്ലായനൻ, നാവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നിങ്ങനെ മഹാഭാഗവതോത്തമന്മാരായിരിക്കുന്ന 9 പുത്രന്മാരുണ്ടായി. ഇവരാണ് നവയോഗികൾ. ഭാഗവതധർമ്മത്തെ നന്നായി പ്രചരിപ്പിച്ച ആ ഭാഗവതധർമ്മോത്തമന്മാരുടെ പുണ്യചരിത്രം ഭഗവൻ മാഹാത്മ്യ വർണ്ണനാപരമായിരിക്കുന്ന വസുദേവ നാരദ സംവാദ രൂപേണ പ്രതിപാദിക്കാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, വിപ്ലായനൻ, നാവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ എന്നീ 9 ആളുകൾ ഭാഗവതധർമ്മത്തെ ലോകത്തിൽ വ്യക്തമാക്കുന്ന പരമഭാഗവതന്മാരാകുന്നു. ഇന്ദ്രവടിയുടെ ദിവ്യമാഹാത്മ്യത്തെ വ്യക്തമാക്കുന്നതും ശാന്തിപ്രദവും ആയിരിക്കുന്ന അവരുടെ ആ ദിവ്യചരിതം വസുദേവ നാരദ സംവാദ രൂപമായിട്ട് ഏകാദശത്തിൽ വർണ്ണിക്കുന്നുണ്ട് എന്നാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഏകാദശ സ്കന്ധത്തിലെ ഈ ഭാഗവതധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന ഈ നവയോഗികളുടെ ആ ഉപദേശത്തെ വർണ്ണിക്കുന്നു എന്നുള്ളത് പറയുന്നു. അപ്പോൾ ഇത് ഇവിടെ എന്താ പറഞ്ഞ് വ്യാഖ്യാനത്തിലെ പറഞ്ഞ എന്താ നോക്കാം. വ്യാഖ്യാനത്തിലെ ഇത് നവനവതിഷു മുഖ്യാഹ 9 പേര് വളരെ മുഖ്യന്മാരായിട്ടുള്ള ആൾക്കാരെ പറ്റി ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കവിഹി, ഹരിഹി, അന്തരിക്ഷഃ, കവിഹി, ഹരിഹി, അന്തരിക്ഷഃ, പ്രബുദ്ധഃ, പിപ്ലായനഃ, ആവിർഹോത്ര, ദ്രുമിള, ചമസഃ, കരഭാജനഃ ഏതേ നവമഹാഭാഗവത. ഇപ്രകാരം 9 നവഭാഗവതന്മാർ. ഏതേഷാം അവരുടെ ചരിത്രം ഏകാദശ സ്കന്ധത്തിൽ വക്ഷ്യതേ പറയപ്പെടുന്നു. ഇത് പ്രത്യേകം പറയാം. ഏകാദശത്തിലെ ഈ ഭാഗവതധർമ്മത്തെ പ്രചരിപ്പിക്കുന്ന ഈ നവയോഗികളുടെ ആ ഉപദേശത്തെ പറ്റിയിട്ട് അതിൽ വർണ്ണിക്കുന്നു എന്നുള്ളത് അതിൽ പറയുന്നു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം യവീയാംസ ഏകാശീതിർ ജായന്തേയാഃ പിതുരാദേശകരാ മഹാശാലീന മഹാശ്രോത്രിയാ യജ്ഞശീലാഃ കർമ്മവിശുദ്ധാഃ ബ്രാഹ്മണാ ബഭൂവുഃ. യവീയാംസ ഏകാശീതിർ ജായന്തേയാം പിതുരാദേശകരാ മഹാശാലീന മഹാശ്രോത്രിയാ യജ്ഞശീലാഃ കർമ്മവിശുദ്ധാ ബ്രാഹ്മണാ ബഭൂവുഃ. അങ്ങനെ ആ ജയന്തിപുത്രന്മാരിൽ അവശേഷിച്ചിരിക്കുന്ന 81 അനുജന്മാർ ആ പിതാവിൻ്റെ ആജ്ഞാനുസാരികളും വിനീതന്മാരും യാജ്ഞികരും വിശുദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരുമായിരിക്കുന്ന ശ്രോത്രിയ ബ്രാഹ്മണരും ആയിട്ട് അവിടെ വളർന്നു. അതാണ് ജായന്തേയാഹ എന്ന് പറഞ്ഞാൽ ജയന്തിപുത്രന്മാർ. ജയന്ത്യാഹ അപത്യം പുമാൻ ജായന്തേയ. അപ്പോൾ യവീയാംസ അവരിൽ ബാക്കിയുള്ള ഏകാശീതിർ ജായന്തേയാം ജയന്തിപുത്രന്മാരായിരിക്കുന്ന 81 പേര് പിതുരാദേശകര ആ പിതാവിൻ്റെ അവശേഷിച്ചിരിക്കുന്ന ആ ജയന്തിപുത്രന്മാർ 81 പേര് ആ പിതാവിൻ്റെ ആജ്ഞാനുസാരികളായിട്ട് പിതുദേശകര മഹാശാലീന അവർ വിനീതന്മാരായി മഹാശാലീനന്മാർ മഹാശ്രോത്രിയ അതുപോലെ ശ്രോത്രിയന്മാരും യജ്ഞികരും വിശുദ്ധ കർമ്മങ്ങൾ യജ്ഞശീലാഹ കർമ്മവിശുദ്ധിയുള്ള ആൾക്കാരായുള്ള ബ്രാഹ്മണരായിട്ട് അവർ തീർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശ്രോത്രിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരദർശി ദീർഘദർശി. ശ്രോത്രിയ ഛാന്ദസവും സമവും ശാഖയോട് കൂടിയിരിക്കുന്ന
ഇതൊക്കെ അമരകോശത്തിൽ ദൂരദർശി, ദീർഘദർശി, ശ്രോത്രിയ, ഛാന്ദസൗ, സമൗ. ശ്രോത്രിയന്മാരെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പിന്നെയും പല സ്ഥലത്തും ഈ ശ്രോത്രിയർ എന്ന് പറയുന്നത് അത്രയും ശ്രേഷ്ഠന്മാരായ ശ്രുതി വേദം പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ശ്രോത്രിയന്മാരെന്ന് പറയുന്നത്. ശ്രോത്രിയനാകണമെങ്കിൽ ബ്രാഹ്മണർക്ക് വിധിച്ച അധ്യയനം, ആ വേദാധ്യയനം, അധ്യാപനം, യജനം, യാചനം, ദാനം, പ്രതിഗ്രഹം എന്നീ ഷഡ്കർമ്മനിരതന്മാരും ആയിരിക്കണം എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ബ്രഹ്മണ്യം ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ എന്ന അതിഗൗരവമായിരിക്കുന്ന പ്രശ്നം ഇവിടെ ഉത്ഭവിക്കുന്നുണ്ട്. ഋഷഭൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയനാണ്. ജയന്തി ഇന്ദ്രപുത്രിയാകയാൽ ക്ഷത്രിയ സ്ത്രീയാണ്. അപ്പം അതിഥിപുത്രനായിരിക്കുന്ന ഇന്ദ്രൻ ദേവരിൽ ക്ഷത്രിയനാണെന്ന് ഭാരതത്തിൽ പറയുന്നുണ്ട്. ആദിത്യാഹ ക്ഷത്രിയാസ്തേഷാം. ക്ഷത്രിയ ദമ്പതികളുടെ പുത്രന്മാരിൽ ഭരതൻ മുതൽ 10 പേർ ക്ഷത്രിയന്മാരാണ്. കവി മുതലായിരിക്കുന്ന നവയോഗികൾ ആ ഭാഗവതന്മാരായി. അവർ ആ ചാതുർവർണ്ണ്യത്തിനും ഉപരിയാണ് ഭാഗവതന്മാരെന്ന് പറയുന്നത്. അപ്പോൾ ഭാഗവതോത്തമന്മാരുടെ വർണ്ണം നിർണയിക്കാൻ ശ്രമിക്കുന്നതിൽ അധികം ബുദ്ധിശൂന്യമായിട്ട് മറ്റൊന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഭാഗവതന്മാരുടെ വർണ്ണത്തെ നിർണയിക്കാൻ ആർക്കും പറ്റില്ല. ശ്രമിക്കുന്നതിലധികം ബുദ്ധിശൂന്യമായി വേറൊന്നില്ല. അവശേഷിച്ച 81 പേർ മഹാബ്രാഹ്മണരായി. അതിനാൽ കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണാദി വർണ്ണങ്ങളെന്ന് വരുന്നു. എന്നാൽ പ്രാചീന കാലത്ത് ഈ നിയമം സാർവത്രികം ആയിരുന്നില്ല. വേദത്തിലെ പുരുഷസൂക്ത പ്രകാരം ബ്രാഹ്മണോസ്യ മുഖമാസീത് വർണ്ണം ജന്മത്തെ ആശ്രയിച്ചാണ്. മനുസ്മൃതി ഇവരൊക്കെ കാണാം. ഉപനിഷത്തുകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ശാസ്ത്ര ദൃഷ്ടവിരോധാച്ച ഒരേ ഒരാൾ സൽക്കർമ്മം ചെയ്യുമ്പോൾ ബ്രാഹ്മണൻ, ദുഷ്കർമ്മം ചെയ്യുമ്പോൾ ശൂദ്രൻ, മിശ്രിത കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരേ സമയം ബ്രാഹ്മണനും ശൂദ്രനും. ഇങ്ങനെ വർണ്ണം നിർണയിക്കാൻ കർമ്മം വിഷമം സൃഷ്ടിക്കുന്നതിനാൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും വർണ്ണാനുസാരേണ സന്താനത്തിൻ്റെയും വർണ്ണന നിർണയം മാത്രമേ പ്രായോഗികമാകൂ എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാതുർവർണ്ണ്യം എന്നുള്ള ഒരു ഇത് വന്നത്. ഋഷഭയോഗിയുടെ 81 മക്കളുടെ സ്വഭാവം വിവരിച്ചതിൽ നിന്ന് അവർ ഒരിക്കലും അശുഭകാര്യങ്ങൾ ചെയ്തതായിട്ട് ഇല്ല എന്ന് ഉറപ്പാകയാൽ ആ കർമാടിസ്ഥാനത്തിൽ അവർക്ക് ബ്രാഹ്മണ്യം നൽകിയത് ശാസ്ത്ര സമിതിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യവീയാംസ ഏകാശീതി ജായന്ത്യേയാ പിതുഃ ആദേശകരാ മഹാശാലീനാ മഹാശ്രോത്രിയ യജ്ഞശീലാ കർമ്മവിശുദ്ധ ബ്രാഹ്മണാ ബഭൂവു. അപ്പോൾ യവീയാംസ എന്ന് പറഞ്ഞാൽ കനിഷ്ഠന്മാരായിരിക്കണം, ജ്യേഷ്ഠന്മാരായ. ജയന്തീപുത്രന്മാർ അനുജന്മാരായിരിക്കുന്ന ജയന്തീപുത്രന്മാർ. ഏകാശീതി 81 പേര്. പിതുഹു ആദേശകാരണ പിതാവിൻ്റെ ആജ്ഞയെ അനുഷ്ഠിക്കുന്നവരും. മഹാശാലീനാഹ മഹാഗുണശാലികളും. മഹാശ്രോത്രിയാഹ വേദാധ്യയനം ഉള്ളവരും. യജ്ഞശീലാഹ യാഗാദി കർമാനുഷ്ഠാന തൽപരന്മാരും. കർമ്മവിശുദ്ധരും കർമ്മത്താൽ അന്ധകരണശുദ്ധി പ്രാപിച്ചവരും ആയിരിക്കുന്ന ബ്രാഹ്മണാഹ ബ്രാഹ്മണന്മാരായിട്ട് ഭവിച്ചു. അപ്പോൾ ജയന്തീപുത്രന്മാരും വയസ്സുകൊണ്ട് താഴെയുള്ളവരും ആയിരിക്കുന്ന ബാക്കി 81 പേർക്ക് കർമാധികാരമാണ് ഉള്ളതെന്ന് കണ്ട ആ ഋഷഭദേവൻ അവരെ ആ മാർഗത്തിൽ അഭ്യസിപ്പിച്ചു. പിതാവിൻ്റെ ആജ്ഞയെ അവർ അനുസരിച്ചു. വിനയാദി ശ്രേഷ്ഠ ഗുണങ്ങൾ നിമിത്തം അത്യന്തം ശോഭിച്ചു. വേദം പഠിക്കുന്നതിലും അർത്ഥമറിയുന്നതിലും അതിനിപുണന്മാരായിരുന്നു. വിധിപ്രകാരം യജ്ഞങ്ങളെ അനുഷ്ഠിച്ചതിനാൽ അന്ധക്കരണ പരിശുദ്ധി പ്രാപിച്ചു. ഇപ്രകാരം സർവഗുണസമ്പന്നരായിരിക്കുന്നവർ ബ്രാഹ്മണന്മാരായിട്ട് ഭവിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ അനുജന്മാരായിരിക്കുന്ന 81 ജയന്തീപുത്രന്മാർ പിതാവിൻ്റെ ആജ്ഞാനുസാരികളും അതിവിനീതരും വേദജ്ഞന്മാരും
യജ്ഞാദി തൽപരരും കർമ്മങ്ങൾ കൊണ്ട് അതിപരിശുദ്ധരും ആയിട്ടുള്ള ബ്രാഹ്മണരായിട്ട് ഭവിച്ചു. അതിപ്പോൾ വ്യാഖ്യാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതേ നവമഹാഭാഗവതാ ഏതേഷാം ചരിതമേകാദശേ വക്ഷ്യത എന്ന് പറഞ്ഞിട്ട് ഏകാശീതിമിതാ, അതായത് 81 പേര് പിതുരാദേശപ്രകാരം കനിഷ്ഠ ആ അനിയന്മാരായിട്ടുള്ളവർ കർമ്മവിശുദ്ധന്മാരും ബ്രാഹ്മണന്മാരായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ ഏതേഷാം ഏകാശീതിമിതാ പിതുരാദേശകരാ കനിഷ്ഠാ കർമ്മവിശുദ്ധാ ബ്രാഹ്മണാ ബഭൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 13ാമത്തെ ശ്ലോകം വരെ നമ്മൾ വിസ്തരിച്ചു. ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഹരേ കൃഷ്ണ.